യേശുവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെ അനുസ്മരിച്ച് പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിനങ്ങളിൽ പരിഹാര പരിത്യാഗ അനുഷ്ഠാനവുമായി കുടമാളൂരിൽ നീന്തുനേർച്ച. ഇന്ന് രാവിലെ ആരംഭിച്ച നീന്തുനേർച്ചയ്ക്ക് വികാരി ഫാദർ മാണി പുതിയിടത്തിൽ നേതൃത്വം നൽകി. തുടർന്ന് ഒട്ടേറെ വൈദികരും വിശ്വാസികളും പങ്കാളികളായി. നീന്തുനേർച്ച ദുഃഖവെള്ളിയാഴ്ച പാതിരാ വരെ നീളുന്നതാണ്. പള്ളിയുടെ ആരംഭകാലം മുതൽ തന്നെ ദുഃഖവെള്ളിയാഴ്ച പുലർച്ചെ ചെമ്പകശ്ശേരി രാജകൊട്ടാരത്തിൽ നിന്നും ഉൾപ്പെടെയുള്ളവർ വന്ന് പള്ളിക്കു വലം വെച്ച് പള്ളിയിൽ പ്രവേശിച്ച് തിരുസ്വരൂപം വണങ്ങി കൈക്കുമ്പിൾ നിറയെ കാണിക്ക അർപ്പിച്ചു വന്നിരുന്നതായി പഴമക്കാർ പറയുന്നു. ഈ രീതി അനുകരിച്ചാണ് വിശ്വാസികൾ മുട്ടിന്മേൽ നീന്തി പ്രാർത്ഥിക്കുന്ന പതിവ് ഇവിടെ ആരംഭിച്ചത്. ഇതാണ് പിന്നീട് നീന്തുനേർച്ചയായി മാറിയത്. പഴയ പള്ളിക്ക് അഭിമുഖമായി മൈതാനത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കൽക്കുരിശിന് ചുവട്ടിൽ തിരി കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം മുട്ടിന്മേൽ നീന്തി ദേവാലയത്തിൽ പ്രവേശിച്ച് തിരുസ്വരൂപം ചുംബിച്ചും പ്രാർത്ഥിച്ചുമാണ് നേർച്ച പൂർത്തിയാക്കുന്നത്. പ്രത്യേക നിയോഗങ്ങൾക്കും ആരോഗ്യത്തിനും രോഗശമനത്തിനുമായാണ് ഈ നേർച്ച അനുഷ്ഠിച്ചു വരുന്നതെന്ന് പൊടിപ്പാറ ദേവാലയ വികാരി ഫാദർ സോണി മുണ്ടുനടയ്ക്കൽ സൺഡേ ശാലോമിനോട് പറഞ്ഞു. 1125 AD സ്ഥാപിതമായ ചെമ്പകശ്ശേരി രാജാവ് പടുത്തുയർത്തിയ ദേവാലയമാണ് കുടമാളൂർ പള്ളി. അവിടെ ആ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു നേർച്ചയാണ് നീന്തുനേർച്ച. മുത്തമ്മയുടെ സന്നിധിയിലേക്ക് നീന്തി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നേർച്ച. പെസഹ വ്യാഴാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം ചൊല്ലിയതിനു ശേഷം വിശ്വാസികൾ കൽക്കുരിശിൻ്റെ ചുവട്ടിൽ നിന്നും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ശ്ലീബയുടെ അടയാളം നെറ്റിത്തടത്തിലിട്ട് അതിനുശേഷം മുട്ടുകുത്തി അനുതാപത്തിൻ്റെ അടയാളം അവിടെ നിന്ന് നീന്തി ഈ രാജാവ് പടുത്തുയർത്തിയ ദേവാലയത്തിൻ്റെ ആനവാതിൽക്കൽ വന്ന് നെറ്റിത്തടം അതിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും കുരിശ് വരച്ച് പ്രാർത്ഥനയോടുകൂടി നീന്തൽ നേർച്ച അവസാനിപ്പിക്കുന്നു. 21ാമത്തെ വർഷമാണ് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ. ഇന്ന് പൗരോഹിത്യ ദിനത്തിൽ ഞാൻ അന്നെടുത്തൊരു പ്രതിജ്ഞയാണ്. 2003 വൈദികനായി അതിൽ ആരംഭം കുറിച്ചു. ഞാൻ അതിരമ്പുഴ പള്ളിയിലെ കൊച്ചച്ഛനായിട്ടിരുന്ന സമയം ഇതിനോട് ചേർന്നുള്ള ഒരു ദേവാലയമാണല്ലോ കുടമാളൂർ പള്ളി. അവിടെ വെച്ചാണ് ഞാനൊരു തീരുമാനം എടുക്കുന്നത്. പൗരോഹിത്യ ദിനത്തിൽ പ്രത്യേകിച്ച് പെസഹ ദിനം ദുഃഖവെള്ളി ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന് തീരുമാനിച്ച് എടുത്തതാണ്. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. നാളെ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുരിശിൻ്റെ വഴി നഗരി കാണിക്കൽ, തിരുസ്വരൂപ ചുംബനം എന്നിവയ്ക്ക് ശേഷം രാത്രി പീഡാനുഭവ പ്രദർശന ധ്യാനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 1935 മുതൽ ഇവിടെ ഈ ഒരു പ്രദർശന ധ്യാനം ഏകദേശം ആരംഭിച്ചിട്ടുണ്ട്. കോയിത്തറ ഔസേപ്പ് കത്തനാർ എന്ന വൈദികനാണ് ഇതിലൂടെ നേതൃത്വം കൊടുത്തിരുന്നത്. ഇതിന് പ്രധാനമായും 7 സ്റ്റേഷനുകളാണ് നമുക്കുള്ളത്. ഈശോയുടെ പീഡാനുഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന 7 സ്റ്റേഷനുകൾ ഇവിടെ നമ്മൾ ഒരുക്കുന്നു. ആ ഒരുക്കുന്ന സമയത്ത് തന്നെ അതിനോടനുബന്ധിച്ച് ഒരു വൈദികൻ ഇവിടെ നിന്നുകൊണ്ട് അതിന് പകരുന്ന ധ്യാന ചിന്തകൾ നമുക്ക് പകർന്നു തരികയും കൂടെ ചെയ്യുന്നു.